ഹായ്, ഹൈവേ ലോക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ജോമൻ ബായി ഒത്തുള്ള പുതിയ ഒരു യാത്ര തുടങ്ങിയാണ്. നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ കാലിഫോർണിയ യാത്രയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ലൂയിസിയാനയ്ക്കാണ് പോകുന്നത്. നമ്മൾ ഓൾറെഡി യാത്ര തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ കറൻ്റ് ഇപ്പോൾ ഉള്ളത് ഒഹായോയിലാണ്. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് യാത്ര തുടങ്ങിയിട്ട് വണ്ടിയിലിരുന്ന് പറയാം. കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വീഡിയോസ് കാണുന്ന നിങ്ങളിൽ പലരും ഉണ്ടല്ലോ, നമുക്ക് കമൻ്റ് ആയിട്ടും അല്ല ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ആയിട്ടും പല ചോദ്യങ്ങളും ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം, അല്ല നിങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാമോ എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യും. നമുക്ക് അങ്ങനെ പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളോട് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വീഡിയോസ് ഇപ്പോൾ 1:30 വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ തിങ്കൾ, ബുധൻ, ഫ്രൈഡേ ഈവനിങ്ങിൽ 6 മണിക്ക്. അപ്പം അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അങ്ങനെ എഡിറ്റിംഗ് ടീമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. നമ്മൾ തന്നെയാണ് ക്യാമറ വർക്കും എഡിറ്റിങ്ങും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ റെഗുലറായിട്ട് വീഡിയോ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു 2-3 വീഡിയോസ് നേരത്തെ ഓൾറെഡി എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഇന്ന ദിവസങ്ങളിൽ ഇന്ന സമയത്ത് റിലീസ് ആവാനുള്ള രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ അത് റിലീസായി കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ വീഡിയോ ആ ഉത്തരങ്ങൾ നമുക്ക് വരുന്ന വീഡിയോ ചിലപ്പോൾ ഒരു 3-4 വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഡിലേ ഉണ്ടാവും. നിങ്ങൾ ക്ഷമിക്കണം. നമുക്ക് ഇനി ഒരു വലിയ യൂട്യൂബ് ചാനലായി നമുക്കൊരു എഡിറ്റിംഗ് ടീമിനെയൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ആവാതെ നമുക്കിത് അത്ര അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ വീഡിയോസ് ഒന്നും ഇറക്കാനും പറ്റുന്നില്ല. തന്നെയല്ല ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വീഡിയോസൊക്കെ ഒരു 1-2 ആഴ്ച പഴയ വീഡിയോസാണ് കേട്ടോ. നമുക്കിതിനെല്ലാം സമയം വേണ്ടേ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് എല്ലാം എടുത്തു വെച്ച് നമ്മൾ തന്നെ എഡിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കട്ടയ്ക്ക് ഒരു പനി വന്ന് നമ്മൾ കിടന്നു പോയാൽ മതി. നമുക്ക് പിന്നെ ഒരാഴ്ച അത് ഡിലേ ആയി. അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഡിലേ ആവുന്നത്. പക്ഷെ എന്നാലും അങ്ങനെയൊന്നും വരാതെ അതിശക്തമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും നമ്മളെ കുറച്ച് പഴയ വീഡിയോകളിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ മിച്ചമുള്ളതെല്ലാം നമുക്കൊന്ന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നേരത്തേക്ക് ഏകദേശം ഒരു 10-30 കിലോമീറ്റർ നമ്മൾ ലൂയിവിൽ എത്തുകയും ചെയ്യും. ഒരു ചോദ്യം എന്ന് പറയുന്നത് യൂസർ YJ2D എന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ നമ്പർ. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു നെയിമില്ല. അപ്പോൾ പുള്ളി ചോദിച്ചേക്കുന്നത് വിച്ച് ട്രക്ക് മോഡൽ ഈസ് ബെസ്റ്റ് ഇൻ യുവർ ഒപ്പീനിയൻ. എനിക്കിഷ്ടമുള്ള ഏതാണെന്നല്ല, ഏറ്റവും ബെസ്റ്റ് ഏതാണെന്നാണ് പുള്ളി ചോദിച്ചേക്കുന്നത്. ബ്രോ കേട്ടായിരുന്നു ചോദ്യം? കേട്ടോ? ഞാൻ കേട്ടു. വിച്ച് ട്രക്ക് മോഡൽ ഈസ് ബെസ്റ്റ് ഇൻ യുവർ ഒപ്പീനിയൻ? ബ്രോയുടെ ഒപ്പീനിയൻ തന്നെ. ഒരു സിംഗിൾ പോകുന്ന ഒരു ലോങ് ആണെങ്കിൽ ഞാൻ വോൾവോ സജസ്റ്റ് ചെയ്യാം. നമുക്കൊരു 20 lakhs ഒക്കെ നമുക്ക് പോകാൻ പറ്റുമെന്നാണ്. എന്ന് വെച്ചാൽ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ സിംഗിളാ ഓടിക്കുന്നതെങ്കിൽ അത്രയും കിട്ടുമെന്നാണ് എൻ്റെ ഒരു സജഷൻ. ബാക്കിയൊന്നും മോശമാണെന്നല്ല. അപ്പം അതിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് വോൾവോയ്ക്ക്. ബ്രോയുടെ പ്രിഫറൻസ്? എന്റെ പ്രിഫറൻസ് വോൾവോ. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പം മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്ക് എല്ലാ ട്രക്കുകൾക്കും അതിൻ്റെതായ പ്ലസ്സും ഉണ്ട് മൈനസും ഉണ്ട്. വോൾവോ ജനറലി പറയുന്ന പോലെ നമ്മുടെ നാട്ടുകാരും പിന്നെ ഈ മിഡിൽ ഈസ്റ്റേൺ ഡ്രൈവേഴ്സ് എല്ലാം പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടിയാണ് വോൾവോ. പക്ഷെ വോൾവോ ഞാൻ ഈ പറയുന്ന പോലെ ബെസ്റ്റ് എന്ന് പറയുന്ന എൻ്റെ ഒരു ഓപ്ഷൻ ഈ കൺസിഡർ ചെയ്യാത്ത എന്നാന്ന് വെച്ചാൽ പാർട്സ് എല്ലാം യൂറോപ്പിൽ നിന്ന് വരണത്. അപ്പം അത് കോസ്റ്റ്ലിയാണ്, അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. വോൾവോയ്ക്ക് ഒന്ന് വന്നു തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ പാർട്സ് എല്ലാം യൂറോപ്പിൽ നിന്ന് പറഞ്ഞത്. അപ്പൊ അത് എക്സ്ട്രീം ഹൈ കോസ്റ്റ് ആണ് മെയിൻ്റനൻസ്. കാസ്കാഡി ആണ് നമ്മുടെ നാട്ടിലെ മാരുതി സത്യം ഒക്കെ പോലെ. അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് ഫ്രൈറ്റ് ലൈനറിന് പോയാലും, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൈറ്റ് ലൈനറിന്റെയും പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എഞ്ചിൻ കുറെ റിലയബിൾ ആണ് കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ അകത്ത് ലക്ഷറി എന്ന് പറയുന്ന ഒരു സാധനം തീരെയില്ല. അപ്പൊ നമ്മുടെ തീരെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബങ്കിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ റണ്ണിങ്ങിൽ കിടക്കുമ്പോഴത്തേക്ക് നല്ല ഷെയ്ക്ക് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അപ്പൊ ലക്ഷറി ആയിട്ടുള്ള കോമ്പണൻസ് നമ്മൾ നോക്കിയാൽ കുറവായിരിക്കും. പക്ഷെ പീറ്റർബിൽറ്റിന്റെയും കെൻവർത്തിന്റെയും കാര്യം വരുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് നല്ല ലക്ഷറി ഉണ്ട്. കംഫർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി കംഫർട്ട്. പക്ഷെ എഞ്ചിനും റിലയബിൾ ആണ് എന്നുണ്ടെങ്കിൽ ഒത്തിരി സെൻസേഴ്സും
കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ സ്റ്റെബിലിറ്റിക്കും മറ്റു പലതിനും വേണ്ടിയിട്ട് ഒത്തിരി സെൻസേഴ്സ് ഉള്ളതുകൊണ്ട് ഈ സെൻസേഴ്സൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് കംപ്ലൈൻറ്റ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ആ ഒരു എന്നാ പറയുക, ഇപ്പം മേജർ മെക്കാനിക്കൽ മെയിൻ്റനൻസ് അല്ലെങ്കിൽ ഈ കോസ്മെറ്റിക് മെയിൻ്റനൻസ് ഇച്ചിരി കൂടുതലാണ്. അതായത് എ സിക്ക് ചൂട് വരുന്നില്ല, അല്ല തണുപ്പിന് കട്ടി പോരാ, അങ്ങനെയുള്ള സാധനങ്ങൾ, ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ. വിൻഷീൽഡ് വൈപ്പർ പ്രോപ്പറായിട്ട് അങ്ങ് എല്ലാ ഇതിലും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ നമ്പർ കാരണം നമുക്ക് ഇതൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടല്ലോ ബ്രോ, നമ്മളങ്ങനെ പൊതുവേ കാണാത്ത വെസ്റ്റേൺ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ട്രക്കുണ്ട്. അതായത് നമ്മുടെ ഫോർഡിൻ്റെ ലിങ്കണൊക്കെ പോലെ നമ്മുടെ ഫ്രൈറ്റ് ലൈനറിൻ്റെ ലക്ഷറി വെർഷനാണ് വെസ്റ്റേൺ സ്റ്റാർ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിലാകുമ്പോൾ അത്യാവശ്യം ലക്ഷറി ഉണ്ട്, എന്നാൽ ഈ ഫ്രൈറ്റ് ലൈനറിന്റെ എഞ്ചിൻ നമുക്കുണ്ട്. ഇപ്പൊ നമുക്ക് എല്ലാ ലൗസും ഫ്രൈറ്റ് ലൈനറിന്റെ വെസ്റ്റേൺ സ്റ്റാറിന്റെ സർവീസ് സെന്റർ ആണല്ലോ എല്ലായിടത്തും സർവീസ്. അപ്പൊ അതുകൊണ്ട് ജനറലി സ്പീക്കിംഗ് ഞാനൊരു വണ്ടി എടുത്താൽ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് പോകുന്നത് വെസ്റ്റേൺ സ്റ്റാറിനായിരിക്കും. തന്നെയല്ല, വെസ്റ്റേൺ സ്റ്റാർ എൻ്റെ ഒരു ഓപ്ഷന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്, അങ്ങനെയൊന്നുമല്ല. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ നമ്മള് കാറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പലരും പറയില്ലേ, എനിക്ക് ഏത് വണ്ടിപ്രാന്തനും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ടയോട്ടയുടെ വണ്ടികളൊന്നും അങ്ങനെ അധികം കാണിയല്ല എന്ന് പറഞ്ഞാൽ മനസ്സും കൊണ്ട് അല്ല തലയും കൊണ്ട് ബ്രെയിനും കൊണ്ട് വണ്ടി എടുക്കാൻ പോയാൽ ടയോട്ടയുടെ വണ്ടി എടുക്കുള്ളൂ എന്നും പറയുന്നു. സയന്റിഫിക് മലയാളിയിലാ ചേട്ടൻ പറഞ്ഞ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര റിലയബിൾ ആണ് വണ്ടി, മോശമല്ലാത്ത കംഫർട്ടബിളും ഉണ്ട്. അങ്ങനെ എല്ലാം നോക്കി വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർ പോകുന്ന വണ്ടി അതായിരിക്കും, ലാൻഡ് ക്രൂസർ ആയിരിക്കുമല്ലോ. അതുപോലെ നമ്മൾ തിരിഞ്ഞെല്ലാം നോക്കുമ്പോഴത്തേക്കും വെസ്റ്റേൺ സ്റ്റാർ ആ കാറ്റഗറി പെടുന്ന ഒരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അമേരിക്കൻ ട്രക്കിങ്ങിന്റെ കാര്യത്തിൽ കേട്ടോ. ബ്രോക്ക് എന്തെങ്കിലും? അല്ല, അത് തീർച്ചയായിട്ടും, കാരണം അത് വെസ്റ്റേൺ സ്റ്റാറും കെൻവർത്ത് ഒരു ലക്ഷറിയാണ്. അപ്പം ഈ ഫ്രൈറ്റ് ലൈനറിന്റെ ആ ഒരു എഞ്ചിന്റെ റിലയബിലിറ്റിയും കാര്യങ്ങളും സർവീസ് സെന്റർ ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അകത്തെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല കംഫർട്ടാണ്, കംഫർട്ടും ആയിരിക്കും. പക്ഷെ നമ്മുടെ ഇതിന്റെ സ്ലീപ്പർ ബെർത്ത് പീറ്റർബിൽറ്റിന്റെ അടിപൊളിയാണ്. അതെ അല്ലെ, നമുക്കൊരു ട്രെയിനിൽ കിടക്കുന്ന ഒരു സ്ലീപ്പറിന്റെ നല്ല കിഡില് സൂപ്പർ ഇന്റീരിയർ വേറെ എവിടെ കിട്ടും. അടിപൊളിയാണ്. ഫ്രൈറ്റ് ലൈനറിന് ഒരു 5 ലക്ഷം ഒരു 6 ലക്ഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. 5 ഈയിടെ തന്നെ നമ്മളെ മറ്റേ പഞ്ചാബ് പിള്ളേർ രക്ഷിക്കാൻ വന്നതിൻ്റെ അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് കിടന്നിട്ട് അങ്ങ് മറ്റേ ജനറൽ കമ്പാർട്ട്മെന്റ് എണീറ്റിരുന്നു, ടിക്കറ്റ് ഇല്ലാണ്ട് എണീറ്റിരുന്നു, നിലത്ത് കിടന്നൊക്കെ ട്രാവൽ ചെയ്യുന്ന ആ ഒരു സാധനം എനിക്ക് ഓർമ്മ വന്നു. പണ്ട് മംഗലാപുരത്ത് ഓടിച്ചോണ്ടിരിക്കുമ്പോഴേ നിന്ന് ഇപ്പൊ രാത്രിയിലൊക്കെ അവധി കിട്ടി കഴിഞ്ഞാൽ നമ്മള് നേരെ ആദ്യത്തെ ആ ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലെ, റിസർവേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങ് തീർന്നല്ലോ. പിന്നെ ഫുള്ള് ജനറൽ കമ്പാർട്ട്മെന്റ് എറണാകുളം വരെ പോകുന്ന പരിപാടിയാണല്ലോ. ആ യാത്രയൊക്കെ ഓർമ്മ വന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ 2 പേര് സ്ലീപ്പർ കിടക്കുന്നുണ്ട്. അപ്പൊ ഒരാളെപ്പോഴും റണ്ണിങ്ങിൽ ഒരാൾ താഴെ ഒരാൾ മുകളിലും കിടന്നുറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ആ ബെഡിന്റെ 2 സൈഡിലും ഇങ്ങനെ പിടിച്ചിട്ടാ അത്രയ്ക്ക് കുലുക്കം. അതുപോലെ ഇഷാഖ് അബൂബക്കർ J70 എന്ന് പറയുന്ന പ്രൊഫൈല് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഹായ് മാറ്റി ബ്രോ, ഒരു സംശയം, ഡ്രൈവിംഗ് സീറ്റിന് മുകളിൽ എന്താ ഒരു റോപ്പ്, അതെന്താണെന്ന്. ഇഷാഖ് ബ്രോ നമ്മുടെ എല്ലാ വീഡിയോസും തന്നെ കണ്ട് നമുക്ക് എല്ലാത്തിലും കമന്റുകൾ വഴി സജഷൻസും അഭിപ്രായങ്ങളും ഒക്കെ പറയുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നമ്മുടെ അടിപൊളി സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഇഷാഖ് ബ്രോ നമുക്ക് അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി താങ്ക്സ്. എന്തായാലും ബ്രോ ചോദിച്ചതിൻ്റെ ഉത്തരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണ്ട ഡ്രൈവർ സീറ്റിന്റെ മുകളിൽ ആ തൂങ്ങിക്കിടക്കുന്ന റോപ്പല്ലേ, അത് നമ്മുടെ എയർ ഹോൺ ആണ് കേട്ടോ. ഒന്നടിക്കാവോ ബ്രോ? പൊളി. നിങ്ങൾ കേട്ടോന്നറിയത്തില്ല, നിങ്ങൾ കേട്ടോ? ആ നമ്മുടെ ട്രെയിനിന്റെ ഹോൺ പോലെയുള്ള നല്ല സൗണ്ടാണ്. ഇപ്പൊ നമ്മൾ ഫുള്ള് ഈ ചില്ലെല്ലാം കയറ്റി വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക്, എനിക്ക് എങ്ങനെയാ കേട്ടെന്ന് അറിയത്തില്ല, ആ ഒരു സൗണ്ട് കേട്ടത്. അതിന്റെ ഒരു 3 ഇരട്ടി വോയിസ് ആയിരിക്കും അതിന്റെ ഒറിജിനൽ സൗണ്ടിന് കേട്ടോ. അതിനൊരു വലിയ കഥയുണ്ട്, നമുക്ക് പിന്നെ പറയാം. ഇപ്പൊ നമ്മൾ ലൂയിവിൽ എത്തിക്കഴിഞ്ഞു, അപ്പൊ അതിന്റെ വിശേഷങ്ങൾ കാണാം. ഇടയ്ക്ക് നമുക്കൊന്ന് വഴി തെറ്റിയാലും കിട്ടിയത് നല്ല സീനിക് ആയിട്ടുള്ള ഏരിയ അല്ലേ. അപ്പൊ നമുക്ക് നല്ല അടിപൊളി കുറച്ച് വിഷ്വൽസ് ലൂയിവിൽ ഇത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്.
GPS ഇതാ ഷോ ചെയ്യുന്നത്. ആ വേണേ ഗൂഗിൾ മാപ്പും കൂടെ ഒന്ന് ഇട്ടു. നാഷണലിൽ കയറുക ഇനിയിപ്പം. ആ ഇട്ടേക്കാം. ഒന്ന് ഇട്ടേരെ. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ കറക്റ്റ് സാധനം കാണിക്കുമല്ലോ. നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ടല്ലല്ലോ. അല്ലല്ലോ. ഫുള്ള് ലൂയിവില് ഡൗൺ ടൗൺ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമല്ലോ. ചിരിയുണ്ടോ? മനസ്സിൽ തെറി ഞങ്ങള് പറഞ്ഞല്ലേ. ആ ഒരു വിധത്തിൽ എങ്ങനെയാലും ഞാൻ പുറത്തേക്ക് പോകാൻ നോക്കുമ്പോഴത്തേക്ക് അവന്റെ ഒടുക്കത്തെ ഒരു കമന്ററിന്ന് എക്സ്പ്ലോർ ചെയ്യാം നമ്മള്. എന്തായാലും കിടിലം കുറെ കെട്ടിടങ്ങളുണ്ട് കേട്ടോ. അങ്ങ് അകലത്തെ ആ ബിൽഡിങ്ങുകളൊക്കെ കാണാം. നല്ല രസമുണ്ട്. നല്ല കിടിലം കുറച്ച് കെട്ടിടങ്ങളൊക്കെ. അപ്പുറ സൈഡ് പഴയ ബിൽഡിങ്സ് ഇങ്ങോട്ട് ഉണ്ടോ? ഇവിടെ എല്ലാം പുതിയ ബിൽഡിങ്സ്, മോഡേൺ ബിൽഡിങ്സ്. ഇതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഭാഗമാണോ അതോ സ്കൂൾ ഓഫ് ലൂയിവിൽ? അതെ, കഴിഞ്ഞ ഏതോ യൂണിവേഴ്സിറ്റിയാണ്. ഗൂഗിൾ മാപ്പ് ഇത് തന്നെയാണോ കാണിക്കണ? വീണ്ടും നമ്മൾ 65ലേക്ക് കുറെ ഹോംലെസ്സുകളും ഡ്രഗ് അഡിക്റ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ. ടൗൺ അത്ര വെടിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എല്ലാ ടൗണിലും ഉണ്ടല്ലോ പ്രശ്നങ്ങളല്ലേ. പള്ളി വരുന്നുണ്ടേ. ആണോ? അതെ, ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പള്ളിയല്ലേ? ഈ ബിൽഡിംഗ് ആണെങ്കിലും ഒക്കെ കണ്ടോ, എന്ത് എലഗൻസ് അല്ലേ. പക്ഷെ അതിന്റെ റൂഫൊക്കെ കത്തിപ്പോയിക്കൊണ്ട്. ഇത് അതിന്റെ പള്ളിയാന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ പഴയ ഒരു സെറ്റപ്പ്. അതിന്റെ പറയാ ഓടൊക്കെ കത്തി കിടക്കുന്ന, കത്തിപ്പോയ എന്തോ ഒരു പള്ളിയാന്ന് തോന്നുന്നു. എന്തോ പ്രതാപമുള്ള ഒരു കെട്ടിടം അല്ലേ അത്. നോക്കിക്കേ, ഇച്ചിരി ടൈറ്റ് വളാണ്. എല്ലാം വൈഡ് എടുത്തു. അടിപൊളി, ക്ലിയറാ. പുലിയല്ലേ ഓടിക്കണോ? എന്നെന്ത് കോപ്പാണ്. കൈകാലം മറക്കാണ്. എങ്ങനെയും ഹൈവേ കയറിയാൽ മതി. ഇതേ ഉള്ളൂ. എങ്ങനെയാലും ഒപ്പിച്ചെടുത്ത് തിരിച്ച് ഹൈവേ കയറിയാൽ മതി എന്നുള്ളു. നമ്മൾ ആ ഡൗൺ ടൗണിന്റെ സബർബനിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മള് വീണ്ടും 65 സൗത്ത് എന്ന് പറയുന്ന ആ ഒരു വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. രക്ഷപ്പെട്ടിരിക്കുകയാണ്. തിരിച്ച് ഇന്റർസ്റ്റേറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. മസിൽ പിടിച്ചിട്ട് ഇങ്ങനെ സാധനം പയ്യെ ഇറക്കി ശ്വാസം ഒന്നും ഇടറേ. ലൂയിവിൽ സോഫ്റ്റ് ബോളിന്റെ സ്റ്റേഡിയമാണ് ഇത്. ലൂയിവിൽ കാർഡിനാൾസ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ് ബോൾ ടീമിന്റെ ഹോം ഗ്രൗണ്ടാണ്. എന്ന സെറ്റപ്പ് ഗ്രൗണ്ടാണ് ഇത്. അതുപോലെ ആ കാണുന്ന സ്റ്റേഡിയം അത് ഏതോ വലിയ സ്റ്റേഡിയം ആണല്ലോ. യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിവില്ലിന്റെ സ്റ്റേഡിയം. എന്റെ പൊന്നാവേ, യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിവില്ലിന്റെ സ്റ്റേഡിയം കണ്ടോ ബ്രോ? നമ്മളെ നാട്ടിലെ മറ്റേ കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം പോലെ അത്രയ്ക്ക് സെറ്റപ്പ് ഒരു യൂണിവേഴ്സിറ്റിയുടെ സ്റ്റേഡിയം. അപ്പൊ പിന്നെ ഇവിടുത്തെ ടീമുകളൊക്കെ ഈ വലിയ മൈക്കിൾ ജോർദാനും അതിലാവുന്നതിൽ സംശയമുണ്ടോ? എന്ത് ഫെസിലിറ്റിയാ. അല്ലെന്നാ ഈ റേഞ്ചില് വളരുന്ന പിള്ളേരെ ചെറുപ്പം പോലെ പഠിക്കുന്ന സ്കൂളിന്റെ, നമ്മുടെ സ്കൂളിലും ഉണ്ടായിരുന്നു ഗ്രൗണ്ട് ഒക്കെ അന്നത്തെ കാലത്ത്. അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതിന്റെ അകത്തൊക്കെ നിറയെ കല്ലും മണ്ണുമായിട്ട്. ഇവിടെ ഒന്നാമത്തെ കാലത്ത് നമുക്ക് ആ വള്ളിച്ചെരുപ്പ് ഇട്ട് സ്കൂളിൽ പോകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡ്രില്ലിന്റെ വീട് പുറത്തിറങ്ങിയ ചെരുപ്പ് കൂരിട്ടിട്ട് ഫുട്ബോളും തട്ടി. കാരണം ചെരുപ്പിട്ട് കളിച്ചു കഴിഞ്ഞാൽ വള്ളി പൊട്ടി പോകില്ലേ. അതിൽ നിന്നും നമ്മുടെ IM വിജയനൊക്കെ വന്നേക്കുന്നു. സത്യമായിട്ട്. സത്യം. ആ ഒരു സെറ്റപ്പിൽ നിന്ന് എത്രയോ സ്പോർട്സ് താരങ്ങള്. നിങ്ങളത് കറക്റ്റ് സമയത്ത് ഇറക്കി വിട്ടത്. നമ്മുടെ IM വിജയൻ. കാരണം ഈയിടെ
പുള്ളി റിട്ടയർ ആയപ്പോഴത്തേക്കും പുള്ളി ആ വീഡിയോ കണ്ടില്ലായിരുന്നു. അപ്പൊ പുള്ളിയോട് ഈ പറഞ്ഞ പോലെ പഴയ ഓർമ്മകളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഇഷ്ടമുള്ള മനുഷ്യനാണ് പുള്ളി അല്ലേ? അടിപൊളി മനുഷ്യനല്ലേ, അത്രയും വലിയ പോലീസുകാരനായാലും ഒരു പുള്ളിയുടെ എന്നൊക്കെ പറഞ്ഞാലേ പുള്ളി കറക്റ്റ് സമയത്ത് ആ സർവീസ് കൊടുത്ത ഒരു വളരെ നല്ല കാര്യമായി. ഒത്തിരി പേർക്ക് ജോലി ഇല്ലാതെ അങ്ങനെ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നൊക്കെ പോകും. ഇതുപോലെ കായിക താരങ്ങൾ പറ്റിക്കപ്പെടുന്ന ഓഫർ കിട്ടിയിട്ട് പ്രതീക്ഷയായിരുന്നു നടക്കാതെ എത്രയോ കായിക താരങ്ങൾ. അതിൽ നിന്ന് ദൈവാനുഗ്രഹിച്ച് പുള്ളിക്ക് കറക്റ്റ് സമയത്ത് ഓഫർ കിട്ടി, നല്ലൊരു പൊസിഷനും. അതും ഇപ്പൊ റിട്ടയർ ആകുമ്പോഴാണ്ട് വലിയ പൊസിഷനാണല്ലോ. അതെ, നല്ലൊരു പെൻഷൻ കിട്ടും കാര്യങ്ങളുമായിട്ട്. അപ്പൊ പുള്ളി ഡിസർവ് ചെയ്യുന്നു. കാരണം ആലോചിച്ച് ഞാൻ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഫുട്ബോൾ കളിക്കണം ആലോചിക്കുക. ചെരുപ്പില്ലാതെ നമ്മുടെ നാട്ടിലെ കല്ലും മണ്ണും നിറഞ്ഞ ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ ഓടി നമ്മുടെ നാട്ടിൽ ആളില്ലാഞ്ഞിട്ടില്ല. ഒന്ന് ഓർത്തേക്ക് 150 കോടി ജനങ്ങളുണ്ട്. നമുക്കൊരു ഫുട്ബോൾ ടീമിൽ എന്ന് പറഞ്ഞാലേ സത്യം ഇതൊരു അല്ല ഇപ്പൊ ഇത് അത്രയും വലിയ സ്റ്റേഡിയം, ഞാൻ ഏതാണ്ട് വലിയ ടീമിന്റെ സ്റ്റേഡിയം ആയിരിക്കും ഓർത്ത്. അത്ര വലിയ പേര് കേട്ട സ്ഥലമൊന്നും അല്ലത്. ആ സ്റ്റേഡിയത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ടുണ്ടല്ലോ, ഞാനിത് ഇങ്ങനെ ക്യാമറ ആയിട്ട് നോക്കിയിരിക്കുക ഏത് ടീമിന്റെ സ്റ്റേഡിയം ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിട്ട്. അടുത്ത് വന്നപ്പം യൂണിവേഴ്സിറ്റി ഓഫ് ലൂയിവില്ലിന്റെ സ്റ്റേഡിയം ആലോചിച്ച്. നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതാണ് അമേരിക്കയുടെ ഡിഫറൻസ്. അത് ടാക്സ് പേ ചെയ്യുന്ന അമേരിക്കയുടെ സിറ്റിസൺസിന് അമേരിക്ക ഓഫർ ചെയ്യുന്ന സൗകര്യങ്ങള് കളിച്ച് വളരണ പിള്ളേരെ രാജ്യത്തിനെ പ്രൗഡാക്കുന്നു. ഓ, ഇത് ലൂയിവില്ലിലെ കിടിലൻ എയർപോർട്ടാണ്. പക്ഷെ അവിടെ UPSന്റെ കുറച്ച് പ്ലെയിൻസ് ആണ് ഇപ്പൊ പ്ലാൻ ഇത് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു കെൻഡക്കി ഡെർബിക്കൊക്കെ വരുന്ന പ്ലെയിനുകളെല്ലാം ഇവിടെ ആയിരിക്കും ചിലപ്പോൾ ലാൻഡ് ചെയ്യുന്നത്. വേറെ ഒരു പ്ലെയിൻ പറന്ന് പൊങ്ങുന്നു. ഫ്രണ്ടിലേക്ക് ഉണ്ടല്ലേ? അപ്പൊ നമ്മുടെ ടൊറന്റോ എയർപോർട്ട് തന്നെയാ. പാസഞ്ചർ സൈഡ് വരണം, കാർഗോയുടെ സൈഡ് വേറെ. ശരിക്കും ആ വള്ളിയുടെ കാര്യം ഉണ്ടല്ലോ, എയർഹോണിന്റെ കാര്യം, എയർഹോൺ അടിക്കാവോ അല്ലെ അതിന്റെ ഒച്ച ഒന്ന് കേൾപ്പിക്കാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഇതിന് മുമ്പ് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നേരം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ പോലെ പല കാരണങ്ങളും ഉണ്ട്. അപ്പം എന്തായാലും ഇന്നിപ്പോൾ റണ്ണിങ്ങിലാണ് നമ്മൾ കാണിച്ചത്. അതായത് നമ്മൾ ഉപയോഗിക്കണ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വളരെ പൊട്ടത്തരം റോട്ടിൽ കിടന്ന് കാണിക്കുന്ന പല ആൾക്കാരും ഉണ്ട് കാറും കൊണ്ട്. നമ്മളെ കട്ട് ഓഫ് അങ്ങനെ എക്സ്ട്രീം ഡേഞ്ചറസ് സാഹചര്യങ്ങളിൽ നമുക്ക് ദേഷ്യം വരുമ്പോഴോ അല്ലെ അവരെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എയർ ഹോൺ അടിക്കുന്നത്. നമുക്ക് 2 ഹോൺസ് ആണ് ട്രക്കിലുള്ളത്, സിറ്റി ഹോണും എയർ ഹോണും. സിറ്റി ഹോൺ നമ്മുടെ സ്റ്റിയറിംഗിന്റെ നടുക്ക് തന്നെയുള്ള സാധാരണ അതിൽ പോം പോം എന്നൊക്കെ അടിക്കുന്ന ഒരു ദേഷ്യം വരുന്ന എക്സ്ട്രീം ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ സാധനം പോം അടിക്കുന്നത്. അപ്പം എന്തായാലും നമ്മുടെ എയർ ഹോണിനെ കുറിച്ച് ചോദിച്ച പലരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴേലും യാർഡിൽ നിർത്തിയിടുമ്പോഴോ ഏതെങ്കിലും പാർക്കിംഗ് ലോട്ടിൽ കിടക്കുമ്പോഴോ ഞാൻ ഈ ചില്ലെല്ലാം താത്തി വെച്ചിട്ട് ഒന്നോടെ മറ്റൊരു വീഡിയോയിൽ അടിച്ച് കേൾപ്പിക്കാം കേട്ടോ. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമുക്ക് മറ്റ് പല വിശേഷങ്ങളുമായിട്ട് ഇനിയും അല്ലെ നാളെ വീണ്ടും കാണാം. നാളെ രാവിലെ നേരം വെളുക്കുമ്പോഴത്തേക്കും നമ്മളെ ബാറ്റൺ റൂസ്റ്റിലായിരിക്കും ലൂയിസിയാന. പക്ഷെ തിരിച്ചു വരുമ്പോൾ നമുക്ക് റിട്ടേൺ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. അപ്പം അതിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ ദ വേ, നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോസ് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്കാണ് കേട്ടോ. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കടുങ്കായ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി എഡിറ്റ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും തോറും വീഡിയോസ് ഇടാനുള്ള ആവേശം നമുക്കും കൂടുമല്ലോ. ഇതാണ് നമുക്ക് ആകെയുള്ള ടൈം പാസ്, അറിയാമല്ലോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക.